ഹായ് ഗായ്സ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തേക്കുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഓഡിയോ ക്വാളിറ്റി ആയിരിക്കും. ഞങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾക്കും ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഈ സെയിം തന്നെയായിരുന്നു. അങ്ങനെ കുറെ നാളത്തെ പരീക്ഷണങ്ങളും ഗവേഷണങ്ങൾക്കും ഒടുവിൽ ഞങ്ങൾക്ക് പറ്റിയൊരു മൈക്ക് ഞങ്ങൾ കണ്ടുപിടിച്ചു കേട്ടോ. ഇപ്പൊ ക്രിയേറ്റേഴ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് ഫേമസ് ആയിട്ടുള്ള ഹോളിലാൻഡ് ലാർക്ക് M2 വയർലെസ് മൈക്കാട്ടോ ഞങ്ങൾ വാങ്ങിച്ചത്. ഈ ഒരു മൈക്കിന്റെ പ്രൈസും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ അറിയാനായിട്ട് ഈ വീഡിയോ ഫുൾ ഒന്ന് കണ്ടു നോക്കണേ. ഇത് വാങ്ങാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 റിസീവറും ഒരു ചാർജിങ് കേസും ഒരു പൗച്ചും ആട്ടോ കാണുന്നത്. ഇതാണ് ചാർജിങ് കേസ്. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 2 ട്രാൻസ്മിറ്ററും ഒരു DSLR റിസീവറും ആണ് അതിനകത്തുള്ളത്. ഈ ഒരു ട്രാൻസ്മിറ്ററിന്റെ വലിപ്പം എന്ന് പറയുന്നത് ഒരു കോയിന്റ് അത്രേ ഉള്ളൂ. അതേപോലെ തന്നെ ഇത് മാഗ്നറ്റിക് ക്ലിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രസ്സിൽ ഇത് അറ്റാച്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഈ ഒരു ചാർജിങ് കേസിൽ വെച്ചിട്ടാണ് നമ്മുടെ മൈക്ക് ചാർജ് ചെയ്യുന്നത്. DSLR റിസീവറിന് വേണ്ടിയിട്ട് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്ത് തന്നെയുണ്ട്. ഇതിന്റെ ഫ്രണ്ടിലെ ലൈറ്റ് വെച്ചിട്ടാണ് ഇതിന് ചാർജ് ഉണ്ടോ ഇല്ലെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന്റെ ബാക്ക് സൈഡിലാണെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. DSLR റിസീവർ കൂടാതെ നമുക്ക് ആൻഡ്രോയിഡ് റിസീവറും ഒരു iPhone റിസീവറും ഉണ്ട്. ഇനി ഈ ഒരു മൈക്ക് നമ്മുടെ ഡ്രസ്സിൽ അറ്റാച്ച് ചെയ്യാൻ നമുക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മാലയിൽ അറ്റാച്ച് ചെയ്ത് ഇടാനായിട്ട് പറ്റുവേ. കൂടാതെ അതിനകത്ത് 2 നോയിസ് ക്യാൻസലേഷന് വേണ്ടിയിട്ടുള്ള ഡെഡ് ക്യാറ്റും ഒരു ക്ലിപ്പും ഉണ്ട്. ഇനി അതിനകത്തുള്ളത് യൂസർ മാനുവലും പിന്നെ നമ്മുടെ മൈക്കിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റിയ കുറച്ച് സ്റ്റിക്കേഴ്സും ആയിരുന്നു. അങ്ങനെ മൈക്കൊക്കെ വാങ്ങിച്ചിട്ട് സെറ്റായി. ഇനി ആകെപ്പാടെയുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുക എന്നുള്ളതാണ്. അപ്പം മടി പിടിക്കാതെ ഇനി വീഡിയോസ് ഒക്കെ ഇടാമെന്ന പ്രതീക്ഷയിൽ ഇനി പിന്നെ കാണാം. അപ്പം ശരി, ബായ്.